തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം. ഭരണവിരുദ്ധ വികാരം, ശബരിമല സ്വർണ്ണക്കൊള്ളയും വിഭാഗീയതയും തോൽവിക്ക് കാരണമായെന്ന് നേതാക്കൾ വിമർശിച്ചു. മുൻ മേയർ ആര്യ രാജേന്ദ്രനെതിരെയും മന്ത്രിമാരുടെ ഓഫീസിനെതിരെയും യോഗത്തിൽ വിമർശനമുണ്ടായി. ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിലെ ചർച്ച. ഭരണപരമായ നടപടികളോട് ജനങ്ങൾക്ക് എതിർപ്പുണ്ട്. അത് വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. എല്ലാം ഭരണത്തിന് വിട്ടുകൊടുത്ത് പാർട്ടി മാറി നിൽക്കുന്നതിന്റെ കുഴപ്പങ്ങൾ ഏറെയുണ്ടെന്ന് നേതാക്കൾ വിമർശിച്ചു. ആഗോള അയ്യപ്പ സംഗമത്തിൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസ വായിച്ചതാണ് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയത്. മന്ത്രിമാരുടെ ഓഫീസിന്റെ പ്രവർത്തനത്തിനെതിരെ MLA തന്നെ വിമർശനം ഉന്നയിക്കുന്നതിനും ജില്ലാ കമ്മിറ്റി യോഗം സാക്ഷിയായി. മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരുടെ മുന്നിൽ ഓച്ഛാനിച്ചു നിൽക്കേണ്ട ഗതികേടിലാണ് MLA-മാരെന്നായിരുന്നു വിമർശനം. നെയ്യാറ്റിങ്കര MLA KA ആൻസലിനാണ് ഈ വിമർശനം ഉന്നയിച്ചത്. MLA-യും മുൻ മേയറുമായ VK പ്രശാന്തും വിമർശനവുമായി രംഗത്തെത്തി. മേയർ ആര്യ രാജേന്ദ്രന് എതിരെയായിരുന്നു VK പ്രശാന്തിന്റെ വിമർശനം. മേയർ എന്ന നിലയിൽ ആര്യയുടെ പ്രവർത്തനം ശരിയായിരുന്നില്ല. നഗരസഭയെ ജനകീയമായി മുന്നോട്ട് നയിക്കുന്നതിൽ ആര്യയ്ക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നായിരുന്നു പ്രശാന്തിന്റെ വിമർശനം. വിഭാഗീയതയാണ് നഗരസഭയുടെ ഭരണം നഷ്ടമാകാൻ കാരണമെന്ന് മേയർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച SP ദീപക് ആരോപിച്ചു. ഏരിയ സെക്രട്ടറിമാരെ കൂട്ടത്തോടെ മത്സരിക്കാനിറക്കിയത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ദീപകിന്റെ കുറ്റപ്പെടുത്തൽ. തിരഞ്ഞെടുപ്പിൽ വലിയ തോൽവി ഉണ്ടായിട്ടില്ല എന്നായിരുന്നു ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ MV ഗോവിന്ദന്റെ പ്രതികരണം. കൊല്ലം, തിരുവനന്തപുരം നഗരസഭകൾ നഷ്ടപ്പെട്ടതും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് കൈവിട്ടതും ചൂണ്ടിക്കാട്ടിയാണ് വൻ തോൽവി എന്ന് പറയുന്നത്. അവിടങ്ങളിൽ ജയിച്ചിരുന്നെങ്കിൽ ചിത്രം മറ്റൊന്നായേനെന്നും MV ഗോവിന്ദൻ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.